നമുക്ക് പറ്റുന്ന അപകടമാണ്. കർത്താവ് എന്താ ഇവരെ ഒന്നും ചെയ്യാത്തത്? നമ്മുടെ പലരുടെ സങ്കടമല്ല. ഇവനൊക്കെ ഈ കുരുത്തക്കടെല്ലാം കാണിച്ചിട്ടും ഇവനെന്താ ഒരു ശിക്ഷയും കിട്ടാത്തത്? ഇവനൊക്കെ ഇങ്ങനെ വളർന്ന് പോവുകയാണല്ലോ. അതിനെ എങ്ങനെയാ മനസ്സിലാക്കേണ്ടത്? ഈ സെന്റൻസിൽ ഇത് കൃത്യം നിങ്ങൾക്ക് മനസ്സിലാകും. ഒന്ന് ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. കേട്ടു നോക്കിക്കേ. ഐ വോണ്ട് മേഴ്സി ഫോർ മീ ബട്ട് ജസ്റ്റിസ് ഫോർ ദം. എനിക്ക് കരുണ കിട്ടണം, പക്ഷെ അവർക്ക് നീതി. അപ്പൊ നീതിയുടെ ഭാഗമായിട്ട് എന്തും കൂടെ വരും? ശിക്ഷ. എനിക്ക് കരുണ, ഞാൻ കർത്താവിന്റെ കരുണയൊക്കെ അനുഭവിച്ച് ഇങ്ങനെയൊക്കെ അങ്ങ് പോകണം, പക്ഷെ അവരുടെ മേൽ കർത്താവിന്റെ നീതി നടപ്പിലാക്കണം എന്നാഗ്രഹിക്കുന്ന ആത്മീയ അഹങ്കാരം, ഞാനെന്തോ മെച്ചമാണെന്ന് ചിന്തിക്കുന്ന ആത്മീയരുടെ എണ്ണം കൂടുന്നുണ്ട് കേട്ടോ ഈ കാലത്ത്. അല്പം അധികം പ്രാർത്ഥിക്കുന്നവർ, ഒന്ന് കർത്താവിനോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്നവർ, പള്ളിയോട് പ്രാർത്ഥനകളോട് ചേർന്ന് യാത്ര ചെയ്യുന്നവർ ശ്രദ്ധിച്ചേക്കണേ. ഒരിക്കലും ഞാനെന്തോ മെച്ചമാണെന്നൊരു തോന്നൽ തലേ കയറിയേക്കരുത്.